ഉമ്മുൽ ഇന്ത്യൻ അസോസിയേഷന്റെ നേതൃത്വത്തിൽ 54ാമത് UAE ദേശീയ ദിനാഘോഷം സംഘടിപ്പിക്കുകയാണ്. എമിറാത്തോൾസ് സീസൺ 3 ഡിസംബർ 1 വൈകുന്നേരം 5 മണിക്കാണ് അരങ്ങേറുക. ഉമ്മുൽ അസോസിയേഷന്റെ ഹാളിലാണ് പരിപാടികൾ നടക്കുന്നത്. വിധു പ്രതാപ്, രമ്യ നമ്പീശൻ എന്നിവർ ചേർന്ന് നടത്തുന്ന സംഗീത സന്ധ്യ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടും. ഞങ്ങളുടെ പ്രതിനിധി എബി അവിടെ നിന്ന് ചേരുകയാണ്. എബി, അവിടെ ഒരുക്കങ്ങളെല്ലാം എത്രത്തോളമായി കഴിഞ്ഞു? കലാപരിപാടികളുടെ അവസാനവട്ട റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ദേശീയ ദിനവുമായി ബന്ധപ്പെട്ട് അത് വളരെ വിപുലമായ രീതിയിൽ തന്നെ ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങളാണ്. നമ്മൾ ആദ്യം ആ വാർത്തയിലേക്ക് വന്നിരുന്നു. ആ ഘട്ടത്തിലാണ് നേരിയ തോതിലൊരു സാങ്കേതിക തടസ്സം വന്നതിനെ തുടർന്ന് ആ വാർത്ത പൂർത്തിയാക്കാൻ കഴിയാതെ. എന്തായാലും അതിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് നൽകുകയാണ്. എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു വന്നതാണ്, വലിയ രീതിയിലുള്ള ആഘോഷം ആയിട്ട് തന്നെ നമ്മൾ നടത്തുകയാണ്. എങ്ങനെയാണ് വിപുലമായ രീതിയിൽ ഉമ്മുൽ അസോസിയേഷൻ മെമ്പേഴ്സിന് ഉമ്മുൽ ഇന്ത്യൻ ടീം വളരെ ആവേശത്തിലാണ്. കാരണം ഓരോ വർഷവും ഇന്ത്യൻ അസോസിയേഷൻ UAEയുടെ ദേശീയ ദിനാഘോഷം കൊണ്ടാടുന്നത് വിപുലമായ പരിപാടികളോട് കൂടെയാണ്. ഇത്തവണ 1-ാം തീയതി, അതായത് മറ്റന്നാൾ വൈകിട്ട് 1-ാം തീയതി വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ ഇവിടുത്തെ രാജകുടുംബത്തിലെ പ്രതിനിധികളും അതുപോലെ തന്നെ എല്ലാ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലെ തലവന്മാരും അതുപോലെ അറബ് പ്രമുഖരും ഇന്ത്യൻ കോൺസുലേറ്റിലെ പ്രതിനിധികളും എല്ലാം പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് ആണ് ആദ്യം ഉണ്ടാവുക. അത് പിന്നെ എല്ലാ വർഷത്തെ പോലെ തന്നെ ലുലു നൽകുന്ന 54 കിലോഗ്രാം കേക്ക് കട്ടിങ്ങോട് കൂടിയിട്ട് ആരംഭിക്കും. അതുപോലെ അതിനുശേഷം നാട്ടിൽ നിന്നും ഈ പ്രോഗ്രാമിന് വേണ്ടി നാം കൊണ്ടുവരുന്ന പിന്നെ വിധു പ്രതാപും രമ്യ നമ്പീശനും അടക്കമുള്ള ടീമിന്റെ ഒരു മ്യൂസിക്കൽ നൈറ്റും. നമുക്ക് പറയാനുള്ളത് ഉമ്മുൽ എല്ലാ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയോടും പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ഈ ആഘോഷത്തിൽ പങ്കുകൊള്ളണം. നമ്മൾ പാസ് മൂലമാണ് ഇത് നടത്തുന്നതെങ്കിലും പിന്നെ അത് അത്ര വലിയൊരു ബുദ്ധിമുട്ട് ആർക്കും ഉണ്ടാവുകയില്ല. എല്ലാവരും ഇതിനോട് വന്ന് സഹകരിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഈ ഇതിന്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറെ ദിവസങ്ങളായിട്ട് തുടരുകയാണല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് പ്രാക്ടീസിന്റെ വിവരങ്ങൾ? ഈ പ്രോഗ്രാമായിട്ട് നമ്മൾ ഒരു മാസത്തോളമായി ഇതിന്റെ പിറകിലാണ്. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാ കമ്മിറ്റി മെമ്പേഴ്സും എല്ലാവരും വളരെ എനർജി, ഒരു മാസമായിട്ട് ഇതിന്റെ പിറകിൽ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഇത് അവസാന ഘട്ടത്തിലാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ എത്തിയിരിക്കുന്നത്. അതായത് UAEയുടെ ഒരു നാഷണൽ ഡേ ആഘോഷം എന്ന് പറയുമ്പോൾ എല്ലാവരും ഏറ്റെടുത്തുകൊണ്ട് അത് നമ്മുടെ ഒരു സെലിബ്രേഷൻ ആക്കി മാറ്റുകയാണ്. അതിനുവേണ്ടി എല്ലാവരും നമ്മുടെ തയ്യാറെടുപ്പിലാണ്. അതുപോലെ നമ്മുടെ എല്ലാ സ്റ്റേജിലെ എല്ലാ വർക്കുകളും ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് പുറത്ത് വേദി ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് വലിയ രീതിയിൽ നമുക്ക് അതിന്റെ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം. ഈ പുറത്ത് സ്റ്റേജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ പുരോഗമിച്ചു. ഒപ്പം തന്നെ ദീപാലങ്കാരങ്ങൾ കൊണ്ട് തന്നെ വലിയ രീതിയിൽ അലങ്കാര പണികളൊക്കെ തന്നെയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇത് എന്തായാലും വളരെ വിപുലമായ രീതിയിലുള്ള ആഘോഷ പരിപാടി തന്നെയായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഇത് പരിചിതമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അത്തരത്തിൽ വളരെ വിപുലമായി നടത്തുന്ന ഒരു ആഘോഷം, അതിന്റെ ഒരു തുടർച്ച ഇത്തവണയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ അതിന് സ്റ്റേജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടക്കുകയാണല്ലോ. അപ്പോൾ ഇനിയൊരു വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. വലിയൊരു ഓഡിറ്റോറിയം ഞങ്ങൾക്കുണ്ടെങ്കിലും ഇത്രയും ക്രൗഡ് വരുന്നത് കൊണ്ട് പുറത്താണ് ഞങ്ങൾ പ്രോഗ്രാം നടത്തുന്നത്. എല്ലാ സജ്ജീകരണങ്ങളും ഏകദേശം കഴിഞ്ഞു തുടങ്ങി. മറ്റന്നാളാണ് പ്രോഗ്രാം നടക്കുന്നതെങ്കിലും ഇപ്പോഴേ എല്ലാവരും നല്ല ആവേശത്തിലാണ്. ഈ കാണുന്ന എല്ലാവരും ഇതിന്റെ കമ്മിറ്റി മെമ്പർമാരാണ്, അതായത് പ്രോഗ്രാം കമ്മിറ്റി മെമ്പേഴ്സാണ്, ലേഡീസ് അടക്കം എല്ലാവരും നല്ല ആവേശത്തിലാണ്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇത് നമ്മുടെ നാടിന്റെ ഒരു ആഘോഷമായി കണക്കാക്കിക്കൊണ്ട് നിങ്ങൾ എല്ലാവരും ഉമ്മുൽ എല്ലാ ഇന്ത്യക്കാരും ഇതിനോട് സഹകരിക്കണമെന്നുള്ളതാണ്. നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ നമ്മൾ വളരെ വിപുലമായ രീതിയിൽ ഈ പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്തവണ എന്തെല്ലാം തരത്തിലുള്ള വിസ്മയങ്ങളാണ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്? ഇവിടെ നേരത്തെ നമ്മുടെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ നാട്ടിൽ നിന്ന് വരുന്ന വിധു പ്രതാപൻ, രമ്യ നമ്പീഷിന്റെ ടീമാണ് ഈ ഒരു പ്രോഗ്രാമിന് ഇപ്രാവശ്യം വരുന്നത്. ഞങ്ങളിത് കഴിഞ്ഞ 3 വർഷങ്ങളിലായിട്ട് ഈ എമിറാത്തോത്സവ് എന്ന പേരിൽ നടത്തിക്കൊണ്ടുവരികയാണ്. നമ്മുടെ ഈ UAEയുടെ ദേശീയ ദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു എമിറാത്തോത്സവ് എന്ന പേരിൽ നമ്മൾ സീസൺ 3 ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ഉമ്മുൽ എന്നല്ല, ഈ അടുത്തുള്ള നമ്മുടെ എമിറേറ്റുകളിലെ എല്ലാ മലയാളികളും ഈ ഒരു പരിപാടികളിലേക്ക് വന്ന് ഈ പ്രോഗ്രാമിനെ വിജയിപ്പിക്കണമെന്നാണ് പറയാനുള്ളത്. ആ പേര് തന്നെ ഒരു വ്യത്യസ്തതയുണ്ടെന്നുള്ളതാണ്. അത് ഒരു കൂട്ടായ്മയുടെ നമ്മൾ 2 സംസ്കാരങ്ങളുടെ ഒരു ചേരൽ കൂടി അതിനകത്തുണ്ടെന്നുള്ള ആ പേരിനെ എങ്ങനെയാണെന്ന് വിശദീകരിക്കാമോ? എങ്ങനെയാണ് അതിലേക്ക് വന്നത് എന്നതിനെ കുറിച്ച്?
എമിറാത്തോത്സവം ഒരു എമിറാത്തോത്സവം എമിറാത്തിന്റെ, അതായത് നമ്മളുള്ള ഈ പോറ്റമ്മയായ നാടിന്റെ ഒരു ഉത്സവം. നമ്മുടെ നാട്ടിലാണല്ലോ എല്ലാ കാര്യങ്ങൾക്കും ഉത്സവം എന്ന് പറയുന്നത്. ആ ഒരു ഉത്സവമാണ് ഇവിടുത്തെ ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് നമ്മൾ നടത്താൻ പോകുന്നത്. അതുകൊണ്ടാണ് അതിന് എമിറാത്തോത്സവ് എന്ന പേരിട്ടത്. ഈ പേര് തന്നെ ഞങ്ങൾ ഇടുന്നത് ആദ്യ വർഷം ഇത് നടത്താൻ ഉദ്ദേശിച്ചപ്പോൾ ഈ പേര് സജസ്റ്റ് ചെയ്യുന്നവർക്ക് ഞങ്ങളൊരു സമ്മാനം ഒക്കെ വെച്ചുകൊണ്ട് ഒരു പരിപാടി ആസൂത്രണം ചെയ്യുന്നുണ്ടായി. അങ്ങനെ അതിൽ നമ്മുടെ തന്നെ ഒരു മെമ്പർ ലേഡിയാണ് ആ പേര്, അല്ലേ? പിന്നെ നമ്മളെ റജിയത്ത് എന്ന് തോന്നുന്നുണ്ട്, ആരോ അങ്ങനെ ഒരാളാണ്, ഒരു മെമ്പർ, ഒരു ലേഡിയാണ് ഈ പേര് പിന്നെ സജസ്റ്റ് ചെയ്തത്. അങ്ങനെ ആ പേര് സീസൺ 1, സീസൺ 2, സീസൺ 3 അങ്ങനെ നീണ്ടുപോവുകയാണ്. ഈ നമ്മുടെ മെമ്പർമാരുടെ ഒക്കെ തന്നെ കലാപരിപാടികൾ ഉണ്ടാവുമല്ലോ ഇതുമായി ബന്ധപ്പെട്ട്, അതിന്റെ അങ്ങനെയാണ് അതിന്റെ പരിപാടികളൊക്കെ? നമ്മൾ ഈ എമിറാത്തോത്സവ്, ഈ ദേശീയ ദിനാചരണം നമ്മളിവിടെ നടത്തുമ്പോൾ ഇതിൽ നമ്മൾ നമ്മുടെ മെമ്പേഴ്സിന്റെ പ്രോഗ്രാമുകൾ ഉൾപ്പെടുത്തുന്നില്ല. അറബിക് ഡാൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഇവിടുത്തെ ലോക്കൽസിന്റെ തന്നെ ഡാൻസ് അവർ തന്നെയാണ് ചെയ്യുന്നത്. ഇത് പ്യൂർലി നമ്മളുടെ ഈ ബാൻഡിന്റെ പരിപാടിയാണ്. അപ്പൊ അവരുടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അവരുടെ പ്രാക്ടീസ് വെച്ചാൽ ഇവിടെ ഒരു കൾച്ചറൽ സൊസൈറ്റി ഉണ്ട് അറബ്സിന്റെ. ആ അറബ്സിന്റെ കൾച്ചറൽ സൊസൈറ്റിയിൽ നമ്മൾ വിവരം കൊടുത്തിട്ട് അവര് ഇവിടെ വന്നിട്ട് ആ പ്രോഗ്രാം നമുക്ക് വേണ്ടി ചെയ്യാണ്. അവരുടെ റിഹേഴ്സലൊക്കെ നടക്കുന്നുണ്ട്. കാരണം ഈ സീസൺ ആയതുകൊണ്ട് അവർ പല സ്ഥലങ്ങളിലും ഈ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അവര് നമ്മുടെ പരിപാടിക്ക് ആദ്യം തുടക്കം തന്നെ അവരുടെ പരിപാടിയാണ്. അതിന് അയ്യാൽ എന്ന് പറയുന്ന ആ ഒരു ഡാൻസ് ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാം, കൊട്ടിയിട്ടും വടി ഒക്കെ ഡാൻസ്, അതാണ് ആദ്യം ഇവിടെ നടക്കുക. അതിനുശേഷമാണ് കേക്ക് കട്ടിങ്ങും മറ്റു പരിപാടികളൊക്കെ നടക്കുന്നത്. അപ്പം ഏതായാലും സനൂപ്, ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഒരു പ്രദേശം മുഴുവൻ എന്താണെന്ന് പറഞ്ഞാലും ജനങ്ങളെ കൊണ്ട് നിറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പുറത്ത് ഒരു ഹാള് കൃത്യമായിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തും എന്നുള്ളതിന്റെ കണക്കുകൂട്ടൽ തന്നെ മുൻ വർഷങ്ങളിലെ അനുഭവങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ആ നിലയ്ക്ക് കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കുന്ന, അല്ലെങ്കിൽ കൂടുതൽ ആളുകളുടെ പങ്കാളിത്തം വെച്ചുകൊണ്ട് തന്നെ അതിലേക്ക് കൂടുതൽ ആളുകൾ വരും. അതുകൊണ്ട് തന്നെ പുറത്ത് സ്റ്റേജ് തയ്യാറാക്കിക്കൊണ്ട് പരിപാടി സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. എന്തായാലും സ്റ്റേജിന്റെ നിർമ്മാണ പ്രവർത്തനം ഉൾപ്പെടെ ഇവിടെ പുരോഗമിക്കുന്നുണ്ട്. എമിറാത്തോത്സവം അടിപൊളിയാവട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കുകയാണ്.